നിലമ്പൂരിൽ യു.ഡി.എഫിന്റെ മിന്നുന്ന ജയം മുസ്ലിം ലീഗിന്റെ അരയും തലയും മുറുക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഫലം കൂടിയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലും പി.വി. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനത്തിലും അടക്കം മുന്നണിയിലുണ്ടായ അസ്വാരസ്യങ്ങളെയും അഭിപ്രായ ഭിന്നതകളെയും ബോധപൂർവം അവഗണിച്ചാണ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ലീഗ് ഒറ്റക്കെട്ടായി പ്രചാരണം നടത്തിയത്. 9 വർഷത്തിന് ശേഷം LDF-ൽ നിന്ന് നിലമ്പൂർ തിരിച്ചു പിടിക്കുമ്പോൾ യു.ഡി.എഫിൽ കൂടുതൽ കരുത്താർജിക്കുക കൂടിയാണ് മുസ്ലിം ലീഗ്. CPIM-നൊപ്പം മുസ്ലിം ലീഗിനോടും പൊരുതിയാണ് ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ കോൺഗ്രസിനെ വളർത്തിയത്. ലീഗിന് ശക്തമായ അടിത്തറയുള്ള ജില്ലയിൽ ആര്യാടൻ എന്ന നേതാവിനുണ്ടായിരുന്ന സ്വാധീനവും ചെറുതല്ലായിരുന്നു. വാപ്പയുടെ രാഷ്ട്രീയ പാത തന്നെ പിന്തുടർന്ന ആര്യാടൻ ഷൗക്കത്തും പാണക്കാട് കുടുംബത്തിന് പ്രിയങ്കരനായിരുന്നില്ല. മുസ്ലിം ലീഗിനെ തന്നെ നിയന്ത്രിക്കുന്ന പാണക്കാട് കുടുംബത്തിനെതിരായ പ്രസ്താവനകളും തന്റെ സിനിമകളിൽ ആരോപിക്കപ്പെട്ട ഇസ്ലാമോഫോബിയയും ഷൗക്കത്തിനെ ലീഗിന് അനഭിമതനാക്കി. ഷൗക്കത്തിനോട് ലീഗിനുള്ള അതൃപ്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലും ആദ്യഘട്ടത്തിൽ പ്രകടമായിരുന്നു. ഷൗക്കത്തിന്റെ പകരക്കാരനായി പി.വി. അൻവറും VS ജോയിയുടെ പേര് നിർദ്ദേശിച്ചതോടെ കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലായി. എങ്കിലും അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ആര്യാടൻ ഷൗക്കത്തിന് തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു കോൺഗ്രസ്. പാണക്കാട് കുടുംബത്തിന്റെയും മുൻനിര നേതാക്കളുടെയും താത്പര്യം മറികടന്ന് പി.വി. അൻവറിന് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചതും ലീഗിനെ അകറ്റുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു കോൺഗ്രസിന്. എന്നാൽ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപ് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു മുസ്ലിം ലീഗ്. സ്ഥാനാർത്ഥി നിർണയത്തിന് കാത്തുനിൽക്കാതെ മണ്ഡലം കൺവെൻഷനും സംഘടിപ്പിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ പങ്കെടുത്തത് 100 കണക്കിന് പ്രവർത്തകനാണ്. UDF കൺവെൻഷനിൽ നിന്ന് പാണക്കാട് കുടുംബം വിട്ടുനിന്ന ഇടത് പ്രചാരണത്തെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മറികടക്കാൻ ലീഗിന് സാധിച്ചു. പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ തന്നെ നേരിട്ട് ഷൗക്കത്തിന് വേണ്ടി വോട്ട് തേടാനെത്തി. ഷൗക്കത്തിനോടുള്ള എല്ലാ വിയോജിപ്പുകളും മറന്നാണ് ലീഗ് നേതൃത്വവും പ്രവർത്തകരും മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയത്. പാർട്ടിക്ക് സംഘടനാപരമായി മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ശക്തമായ അടിത്തറയും അനുകൂല ഘടകമായി. നിലമ്പൂരിലേത് രാഷ്ട്രീയ വിജയമെന്ന് പറയുമ്പോഴും പാർട്ടിയുടെ പ്രവർത്തനം എത്രമാത്രം നിർണായകമായെന്ന ഉറച്ച ബോധ്യമുണ്ട് മുസ്ലിം ലീഗിന്. വളരെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് UDF അവിടെ പറഞ്ഞത്. ജനങ്ങളത് അംഗീകരിച്ചു. അതിൻ്റെ വിജയമാണ് ഇപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ലീഗിന് ഒരു കൗൺസിലർ പോലും ഇല്ലാത്ത നിലമ്പൂർ നഗരസഭാ പരിധിയിലും സജീവ പ്രവർത്തനം കൊണ്ട് വോട്ട് വർദ്ധിപ്പിക്കാൻ UDF-നായി. നിലമ്പൂരിലെ മുന്നേറ്റത്തോടെ UDF-ൽ കൂടുതൽ കരുത്താർജിക്കുകയാണ് മുസ്ലിം ലീഗ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കെ ലീഗിനെ പിണക്കാതെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തണമെന്നതാകും കോൺഗ്രസ് നേരിടേണ്ടി വരുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.